അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീട്ടിൽ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഏകദേശം 60ഓളം കാര്യങ്ങൾ. ആ 60 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമ്മുടെ വീട്ടിൽ ദാരിദ്ര്യം മാറി അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും. പല ആളുകളും ഈ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിന്തിക്കാറുണ്ട്, ഇങ്ങനെയൊക്കെ ചെയ്താൽ ദാരിദ്ര്യം ഉണ്ടാകുമോ? ഉറപ്പായും ഉണ്ടാകും. എന്നാൽ ഞങ്ങളുടെ വീട്ടിൽ ഇപ്പോൾ ദാരിദ്ര്യമൊന്നുമില്ലല്ലോ, ഈ 60 കാര്യങ്ങളും ഞങ്ങൾ ചെയ്യാറുണ്ട്. എന്നാൽ ഇപ്പോഴോ നാളെയോ അല്ല ദാരിദ്ര്യം വരുന്നത്. കാലക്രമേണ നിങ്ങളുടെ വീട്ടിലേക്ക്, നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നിങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് ദാരിദ്ര്യം വന്നു കയറും. അതിനു മുമ്പ് ഈ 60 കാര്യങ്ങളും നമ്മൾ ഒഴിവാക്കുക. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ ഒരുപാട് പട്ടിണി അനുഭവിച്ചിട്ടുണ്ട്, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അതായത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എപ്പോഴും സുഖം മാത്രമല്ല, എപ്പോഴും സങ്കടവും മാത്രമല്ല, സുഖ ദുഃഖ സമ്മിശ്രമായിരിക്കും ഒരു മനുഷ്യൻ്റെ ജീവിതം. അത് പഠിപ്പിക്കാൻ, അത് അല്ലാഹു തആല പഠിപ്പിക്കാൻ ആദ്യമായി തിരഞ്ഞെടുത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പ് പിടിച്ചാലും അള്ളാഹു ഉദ്ദേശിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ വരും. എന്നാൽ ഒരുപാട് നിസ്കരിക്കുന്നില്ല, ഒരുപാട് നോമ്പ് പിടിക്കുന്നില്ല, അയാളുടെ ജീവിതത്തിലും അള്ളാഹു തആല സന്തോഷം കൊടുക്കും. അതങ്ങനെയാണ് ഈ ദുന്യാവിൻ്റെ തർത്തീബ്. അപ്പോൾ ഇവിടെ ഫഖർ, ദാരിദ്ര്യം, ആ ദാരിദ്ര്യം വരാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസിൽ കാണാം, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ 2 കാര്യത്തെയാണ് ഭയപ്പെടുന്നത്. ഒന്ന് മൗത്ത്, അവൻ്റെ മരണത്തെയാണ്. അല്ലെ, മരണം എപ്പോഴാണെങ്കിലും സംഭവിക്കാം, ഏത് സമയത്തും സംഭവിക്കാം. എത്ര വലിയ ആരോഗ്യവാനാണെന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ എത്ര വലിയ രോഗിയാണെന്ന് പറഞ്ഞാലും അള്ളാഹു നിശ്ചയിച്ച സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യത്യാസമില്ലാതെ മരണം മുന്നിലേക്ക് വരും, അത് ഉറപ്പാണ്. രണ്ടാമത് മനുഷ്യൻ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ദാരിദ്ര്യം. ഈ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാനില്ല, അതുമാത്രമല്ല ദാരിദ്ര്യം. നമ്മുടെ കയ്യിൽ നിന്നും സമ്പത്ത് നഷ്ടപ്പെട്ടു പോവുക, അല്ലെങ്കിൽ സമ്പത്ത് ഇല്ലാതിരിക്കുക, അതും ദാരിദ്ര്യത്തിൽപ്പെടാം. അതുപോലെ മക്കളില്ലാതിരിക്കുക, അതും ദാരിദ്ര്യത്തിൽപ്പെടാം. മക്കളുണ്ട്, പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, അതും ദാരിദ്ര്യമാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ ബറക്കത്തില്ല, അതും ദാരിദ്ര്യമാണ്. കച്ചവടത്തിൽ ബറക്കത്തില്ല, അതും ദാരിദ്ര്യമാണ്. അതുപോലെ പാർപ്പിടമില്ല, അതും ദാരിദ്ര്യം. ഇങ്ങനെ ഒരുപാട് ദാരിദ്ര്യം ഉണ്ട്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിൽ, ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങുന്നതല്ല. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ അഖില നിഖില മേഖലകളിൽ കടന്നുകൂടുന്ന ഒരു രോഗം എന്ന് തന്നെ പറയാം. അതാണ് ദാരിദ്ര്യം, ഫഖർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ചില കാര്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കിയാൽ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷ നേടാം, ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ദാരിദ്ര്യത്തിൽ നിന്നും രക്ഷപ്പെടാം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒഴിവാക്കേണ്ട 60ൽ പരം വരുന്ന കാര്യങ്ങളുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യാറില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഈ പറയാൻ പോകുന്ന പല കാര്യങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്, നമ്മളിൽ പല ആളുകളും ചെയ്യുന്നുണ്ട്, നിസ്സാരമാക്കി ചെയ്യുന്ന പല കാര്യങ്ങൾ. അതിൻ്റെ അവസാനം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പോൾ നമുക്കൊന്ന് പരിശോധിക്കാം, ഈ ദാരിദ്ര്യം നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഈ 60 കാര്യങ്ങൾ ആരെവിടെ പറഞ്ഞു? മഹാനായ ഇമാം ഷർവാനി റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ ഹാഷിയ എന്ന് പറയുന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഹാഷിയയിൽ, അദ്ദേഹത്തിൻ്റെ ഹാഷിയയിൽ കാണാം. പിന്നെയോ സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന, അതായത് നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ അടങ്ങിയിട്ടുള്ളൊരു കിതാബാണ് സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു പേരുള്ള കിതാബ്. ആ കിതാബിലും ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണാം. അതല്ലാതെ തസവ്വുഫിൻ്റെ ഒരുപാട് കിതാബുകൾ എടുത്ത് പരിശോധിച്ചാൽ, ഫിഖ്ഹിൻ്റെ കിതാബുകൾ ഉൾപ്പെടെ ഒരുപാട് കിതാബുകളിൽ ദാരിദ്ര്യം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് ടൈറ്റിലിൽ തന്നെ 10 കാര്യങ്ങൾ, 15 കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇത് എല്ലാ കിതാബിൽ നിന്നും ഒന്നിച്ചെടുത്ത് ഒരു 60 കാര്യങ്ങൾ എൻ്റെ മുഅ്മിനീങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുകയാണ്. ഇൻഷാ അല്ലാഹ് ഈ വീഡിയോയുടെ അവസാനം ഈ ദാരിദ്ര്യം വന്നാൽ എന്ത് ചെയ്തിട്ടാണ് അത് മാറ്റേണ്ടത് അതും നമുക്ക് പറയാം. ആരെങ്കിലും ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്ന സമയം മുതൽ അതങ്ങോട്ട് മാറ്റിവെക്കുക, ജീവിതത്തിൽ നിന്ന് ഉപേക്ഷിക്കുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. വേഗത്തിൽ പറഞ്ഞു പോവുകയാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തേത്, വുളൂഇൻ്റെ വെള്ളം, വുളു എടുത്തു കഴിഞ്ഞിട്ടുള്ള വെള്ളം വസ്ത്രത്തിൻ്റെ കോന്തല കൊണ്ട് തുടച്ചു മാറ്റുക. നമ്മൾ വുളു എടുത്തു കഴിഞ്ഞ് മുഖത്തും കയ്യിലൊക്കെ വെള്ളമുണ്ടാകും,
ആണുങ്ങൾ മുണ്ടെടുത്തിട്ട് മുഖമൊക്കെ ഒന്ന് തുടക്കും. ആ ഉടുത്തിരിക്കുന്ന മുണ്ട് കൊണ്ട് തന്നെ മുഖം കൈയൊക്കെ ഒന്ന് തുടക്കും. ചെയ്യാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അവർ ധരിച്ചിരിക്കുന്ന തട്ടം ഊരിയിട്ട് മുഖമൊക്കെ ഒന്ന് തുടക്കും, ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ തന്നെ നമ്മുടെ ധരിച്ചിരിക്കുന്ന നെയ്റ്റി ആണെങ്കിൽ അല്ലെങ്കിൽ പർദ്ദയാണെങ്കിൽ അതൊക്കെ ഇങ്ങനെ ഒന്ന് തൂക്കുന്ന പരിപാടിയുണ്ട്. വുദൂഇന്റെ വെള്ളം നമ്മൾ തുടക്കാൻ പാടില്ല, അത് കറാഹത്താണ്, അത് ശരീരത്തിലേക്ക് വലിഞ്ഞു പോകണം. ഇനി അഥവാ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമാണ്, എന്തെങ്കിലും മുറിവുണ്ട്, മുഖത്തോ കയ്യിലോ മുറിവുണ്ട് എങ്കിൽ നമുക്ക് തുടക്കാം. പക്ഷെ അനാവശ്യമായി വസ്ത്രത്തിൻ്റെ കോന്തല കൊണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും വസ്ത്രം കൊണ്ട് വുദൂഇന്റെ വെള്ളം തുടച്ചു കളയാൻ പാടില്ല, ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. ഒന്നാമത്തെ കാര്യം. 2, അധികമായി ഉറങ്ങൽ. പകലും രാത്രിയും, രാത്രി പിന്നെ ഉറങ്ങുന്ന സമയമാണ്, പകൽ വെറുതെ കിടന്ന് ഉറങ്ങൽ ദാരിദ്ര്യമുണ്ടാക്കും. 3, ഉറങ്ങുന്ന സമയത്ത് പൂർണ്ണ നഗ്നനായി കിടന്നുറങ്ങൽ, അതും ദാരിദ്ര്യത്തെ ഉണ്ടാക്കും. അതുപോലെ വലിയ അശുദ്ധിക്കാരി അല്ലെങ്കിൽ വലിയ അശുദ്ധിക്കാരൻ കുളിക്കാതെ ഭക്ഷണം കഴിക്കൽ. അതായത് ജനാപത്തുകാരൻ, ആ ജനാപത്തുകാരനായല്ലോ, അവൻ്റെ മനിയ പുറപ്പെട്ട് അവൻ ജനാപത്തുകാരനായി, അവൻ എന്ത് ചെയ്തു? കുളിക്കാതെ ഭക്ഷണം കഴിക്കൽ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. അതുപോലെ 5-ാമത്തെ കാര്യം, വീണുപോയ ഭക്ഷണം നിസ്സാരമാക്കുക. നമ്മൾ കഴിക്കുന്ന സമയത്ത് പാത്രത്തിൽ നിന്നും കയ്യിൽ നിന്നൊക്കെ വീണ് പോകുന്ന 1-2 ചോറുണ്ടല്ലോ, അത് നമ്മൾ ഒരു ചോറല്ലേ മൈൻഡ് ചെയ്യാറില്ല, അവസാനം അതെല്ലാം തൂത്തെടുത്ത് കളയാറാണ്. അങ്ങനെ ചെയ്താൽ വീണുപോയ ഭക്ഷണത്തെ നിസ്സാരമാക്കിയാൽ ദാരിദ്ര്യമുണ്ടാകും. 6-ാമത്തേത്, നമ്മുടെ വീട്ടിൽ ഉള്ളി പൊളിക്കാറുണ്ട്, സവോള പൊളിക്കാറുണ്ട്, ആ തോലെല്ലാം എടുത്തിട്ട് അടുപ്പിലേക്ക് കത്തിച്ച് കളയൽ. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉള്ളിത്തോല് കരിക്കാൻ പാടില്ല, അത് വളമാണെന്നാണ്. അതെന്ത് ചെയ്യുക? നമ്മുടെ വീട്ടിൽ വേപ്പുണ്ടാകും അല്ലെങ്കിൽ തെങ്ങിൻ്റെ ചോടുണ്ടാകും, അങ്ങോട്ടിടലാണ് വേണ്ടത്. കരിച്ച് കളയൽ, ഉള്ളിത്തോല് കരിച്ച് കളയൽ ദാരിദ്ര്യമുണ്ടാക്കും. 7-ാമത്തേത്, അനാവശ്യമായി രാത്രിയിൽ വീട് അടിച്ചു വാരുക. പകലാണ് അടിച്ചു വാരേണ്ട സമയം. ഇനി നമ്മൾ പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്കൊരു അതിഥി വരികയാണ്, നമ്മുടെ വീടാണെങ്കിലോ അലങ്കോലമായി കിടക്കുകയാണ്, അവിടെ ഇവിടെയൊക്കെ ചപ്പും ചവറൊക്കെ ഉണ്ട് എങ്കിൽ പെട്ടെന്നൊന്നും അടിച്ചു മാറ്റാം, അത് ആവശ്യഘട്ടമാണ്. ഇത് അനാവശ്യമായി പകലൊന്നും അടിക്കാതെ രാത്രി എല്ലാ ജോലിയും കഴിഞ്ഞിട്ട് പതുക്കെ വീട് അടിച്ചു വാരൽ, അത് ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. 8-ാമത്തെ കാര്യം, നമ്മുടെ റൂമിൽ ചപ്പു ചവറുകൾ വലിച്ചെറിയുക. നമ്മുടെ കിടക്കുന്ന മുറിയിൽ ഒരു ഭാഗത്ത് നമ്മൾ കഴിച്ച പഴത്തിൻ്റെ തോലുണ്ടാകും, ഒരു ഭാഗത്ത് ബിസ്ക്കറ്റിൻ്റെ കവറുണ്ടാകും, മിഠായി കവറുണ്ടാകും. ഇതെല്ലാം കൂടി ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട് അതിലിടാൻ, എങ്കിൽ കുഴപ്പമില്ല. ഇത് കിട്ടുന്നതെല്ലാം അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുക, ഒരു മുറിയിൽ തന്നെ. അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യം തനിയേ നമ്മുടെ വീട്ടിലേക്ക് വരും. അല്ലാഹു കാക്കുമാറാവട്ടെ. 9-ാമത്തേത്, മുതിർന്ന ആളുകളെ ബഹുമാനിക്കാതെ അവരുടെ മുന്നിലൂടെ അഹങ്കാരത്തോടുകൂടി നടന്നു പോവുക. നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഉസ്താദുമാരുണ്ട്, അവരുടെ മുന്നിൽ ഒരു ഭവ്യതയോടെ കൂടി നടന്നു പോകണമെന്നാൽ മുന്നിലൂടെ നടന്നു പോകുമ്പോൾ ഇതൊരു അഹങ്കാരത്തോടു കൂടി ഞാൻ എന്തോ ആണ് എന്ന് വിചാരിച്ച് അവരുടെ മുന്നിലൂടെ നടന്നു പോയാൽ ദാരിദ്ര്യമുണ്ടാകും. 10-ാമത്തേതോ, മാതാപിതാക്കളുടെ, ഉമ്മയുടെ, വാപ്പയുടെ പേര് വിളിക്കൽ പല ഫാഷനായി മാറിയിരിക്കുകയാണ്. ഇന്ന് ഭാര്യ ഭർത്താവിൻ്റെ പേര് വിളിക്കൽ ഫാഷനാണ്. അതുപോലെ മക്കൾ മാതാപിതാക്കളുടെ പേര് വിളിക്കുക ഫാഷനാണ്. എൻ്റെ ഉമ്മയുടെ പേര് ആയിഷ എന്നാണ്, ആയിഷ എന്ന് വിളിച്ച് ഞാൻ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ, അല്ലെങ്കിൽ എൻ്റെ വാപ്പയുടെ പേര് സെയ്ദ് മുഹമ്മദ് എന്നാണ്, സെയ്ദ് മുഹമ്മദ് എന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്നാൽ ഞാൻ ചെല്ലുന്നതോടൊപ്പം തന്നെ ദാരിദ്ര്യവും എൻ്റെ കൂടെ വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. മാതാപിതാക്കളുടെ പേര് വിളിച്ച് അഭിസംബോധന ചെയ്യാൻ പാടില്ല. ചില ആളുകൾ ഉമ്മയോട് അല്ലെങ്കിൽ വാപ്പയോട് ക്ലോസ് ആയ ഒരു ഫ്രണ്ട്ലി ആയിരിക്കും, ആയിക്കോട്ടെ കുഴപ്പമില്ല, പക്ഷെ ഫ്രണ്ട്ലി ആണെങ്കിൽ പോലും ഉമ്മയുടെ വാപ്പയുടെ പേര് വിളിച്ച് നമ്മൾ അഭിസംബോധന ചെയ്യാൻ പാടില്ല. ചെയ്താൽ ദാരിദ്ര്യം കൂടെ വരും. അള്ളാഹു കാക്കുമാറാവട്ടെ. 11-ാമത്തേത്, ചെളിവെള്ളം കൊണ്ട് കൈ കഴുകൽ. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ കയ്യിൽ എന്തെങ്കിലും ചെളി പറ്റി, അവിടെ കുറച്ച് വെള്ളം കണ്ട് അത് വെച്ച് നമ്മൾ കൈ കഴുകുക, അത് ചെയ്യാൻ പാടില്ല. 12-ാമത്തേത്, നിസ്കാരത്തെ നിസ്സാരമാകാം. നിസ്കാരമല്ലേ, കുറച്ച് കഴിയട്ടെ, അസറല്ലേ കുറച്ച് കഴിയട്ടെ, മഗ്രിബല്ലേ കുറച്ച് കഴിയട്ടെ, ഇനി നിസ്കരിക്കാമല്ലോ, പള്ളി ഉണ്ടല്ലോ, അത് നിസ്കാരത്തെ വെറുതെ നിസ്സാരമാക്കി കളഞ്ഞാൽ ദാരിദ്ര്യമുണ്ടാകും. 13-ാമത്തേത്, നമ്മുടെ ശരീരത്തിൽ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം തുന്നുക. ഞാൻ ധരിച്ചിരിക്കുന്ന കമീസ് അല്ലെങ്കിൽ ഞാൻ ധരിച്ചിരിക്കുന്ന ഷർട്ട്, ആ ഷർട്ടിൻ്റെ കഫിൻ്റെ അല്ലെങ്കിൽ ധരിച്ചിരിക്കുന്ന ഷർട്ടിൻ്റെ ഒരു ബട്ടൺസ് വിട്ടുപോയി അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് കീറി, ആ വസ്ത്രം ഞാൻ ധരിച്ചിരിക്കെ അത് തുന്നുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. വസ്ത്രം ഊരിയിട്ടാണ് തുന്നേണ്ടത്. ബട്ടൺസ് പിടിപ്പിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ തയ്ക്കുകയാണെങ്കിലും എന്താണെങ്കിലും വസ്ത്രം ഊരിയിട്ടാണ് ചെയ്യേണ്ടത്, അല്ലാതെ വസ്ത്രം ധരിച്ചുകൊണ്ട് നമ്മൾ തുന്നാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യമുണ്ടാകും. 14-ാമത്തേത്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, അത് വീടാവട്ടെ, റൂമാവട്ടെ, ഫ്ലാറ്റ് ആവട്ടെ, എന്താവട്ടെ, അവിടുത്തെ മാറാലകൾ നീക്കാതിരിക്കൽ. മുകളിൽ നോക്കിയാൽ 8 കാല് വലകൾ ഇങ്ങനെ കാണും,
അതൊന്നും നീക്കാതിരിക്കൽ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെന്ത് ചെയ്യുക, നമ്മുടെ റൂമുകളൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കുന്ന സമയത്ത് ആ ചൂല് കൊണ്ട് തന്നെ നമ്മുടെ മുകൾ ഭാഗവും ആ റൂമിൻ്റെ മുകൾ ഭാഗവും അടുക്കള ഭാഗവും ഒക്കെ ഒന്ന്, അതുപോലെ ജനൽ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ആക്കി ഒന്ന് ചൂല് കൊണ്ടൊന്ന് അടിച്ചാൽ അത് ക്ലിയർ ആവുന്ന പ്രശ്നമേ ഉള്ളൂ. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മാറാല നീക്കാതിരുന്നാൽ ദാരിദ്ര്യമുണ്ടാകും. അതുപോലെ 15-ാമത്തേത്, പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം നിസ്കാരം കഴിഞ്ഞ് ഉടൻ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തു പോവുക. കാരണം എന്തെങ്കിലും തിരക്കുണ്ട് എങ്കിൽ കുഴപ്പമില്ല. ഇത് തിരക്കൊന്നുമില്ല, വെറുതെ വെളിയിലേക്ക് ഇറങ്ങിയിട്ട് അവിടെ വെറുതെ നോക്കിയിരിക്കുക, അങ്ങാടിയിലേക്ക് വെറുതെ ഇറങ്ങി വെറുതെ നോക്കിയിരിക്കുക, അങ്ങനെയല്ല. പള്ളി നിസ്കാരം കഴിഞ്ഞാൽ കുറച്ച് സമയമെങ്കിലും നമ്മൾ സാധാരണ സുബ്ഹാനല്ലാഹ് 33 പറയാറുണ്ട്, അൽഹംദുലില്ലാഹ് 33 പറയാറുണ്ട്. അതെങ്കിലും മജ്ലിസ് പറഞ്ഞ് അല്ലെങ്കിൽ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ചിട്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങുക, വേഗത്തിൽ പുറത്തേക്ക് പോവാൻ പാടില്ല. 16-ാമത്തേത്, വെറുതെ അങ്ങാടിയിൽ പോയിരിക്കൽ. ഒരു ജോലിയില്ല, വെറുതെ ഒരു കാര്യം ചെയ്യാം, മാർക്കറ്റിൽ പോയിരിക്കാം. മാർക്കറ്റിൽ പോയി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കൽ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. അങ്ങാടി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വലിയ മാർക്കറ്റിൽ, എറണാകുളം മാർക്കറ്റ് അല്ലെങ്കിൽ കോഴിക്കോട് മാർക്കറ്റ്, തിരുവനന്തപുരം മാർക്കറ്റിൽ പോയിരിക്കണം എന്നല്ല ഇവിടെ ഉദ്ദേശിച്ചത്. നമ്മുടെ വീടിൻ്റെ പരിസരത്തുള്ള കവലകൾ ഉണ്ടാകും, ജംഗ്ഷനുകൾ ഉണ്ടാകും, ഒരു പണിയുമില്ല, അവിടെ പോയി വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കൽ ദാരിദ്ര്യത്തെ ക്ഷണിച്ചു വരുത്തും. അത് ചെയ്യാൻ പാടില്ല. 17-ാമത്തേത്, അവിടെ പോയാൽ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയാൽ വേഗം തന്നെ പോരണമെന്നാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്ഥലം പള്ളികളാണ്. അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സ്ഥലം മാർക്കറ്റാണ്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരുപാട് തെറ്റുകൾ അവിടെ നടക്കുന്ന സ്ഥലമാണെന്ന്. തെറ്റുകൾ ഒരുപാട്, അളവിലും തൂക്കത്തിലൊക്കെ വഞ്ചന കാണിക്കുക, പിന്നെ ഹറാമായ സംസാരം, ഹറാമായ നോട്ടങ്ങളൊക്കെ ഒന്നിച്ചു കൂടുന്ന സ്ഥലമാണ് മാർക്കറ്റ്. അതുകൊണ്ട് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമില്ലാത്ത, അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ വെറുപ്പുള്ള സ്ഥലമാണ് മാർക്കറ്റ്. അവിടെ ഒരുപാട് സമയം പോയി അനാവശ്യമായി, ഒരാൾ മാർക്കറ്റിൽ കച്ചവടം ചെയ്യുന്നു, അത് ആവശ്യമാണ്. ഇത് അനാവശ്യമായി അങ്ങോട്ട് വെറുതെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നിൽക്കൽ, അതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. 18-ാമത്തേത്, പാത്രങ്ങൾ കഴുകാതെ ഉറങ്ങുക. നമ്മുടെ ഉമ്മമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഒരുപക്ഷെ വളരെ ടയേർഡായിരിക്കുന്ന സമയമായിരിക്കും, വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വന്നു, അപ്പോൾ ഇനി പാത്രം കൂടെ കഴുകിയിട്ട് കിടക്കാൻ ശരീരത്തിന് ആവതില്ല എങ്കിൽ എന്ത് ചെയ്യുക, എല്ലാ പാത്രവും കൂടി ആ സിങ്കിൽ വെച്ചിട്ട് ഒന്ന് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കുക. നമ്മൾ ആ കഴിച്ച പാത്രം തന്നെ അതേ രൂപത്തിൽ തന്നെ ഇട്ടിട്ട് പോവാതെ ഒന്നുകിൽ കഴുകി വെക്കുക, അല്ലെങ്കിൽ എന്താ ഒന്ന് വെള്ളമെങ്കിലും ഒഴിച്ചു വെക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇത് രാത്രിയിലത്തെ കാര്യം മാത്രമല്ല, മൊത്തത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. എപ്പോഴും പാത്രങ്ങൾ വൃത്തിയായി കഴുകി ശുദ്ധിയാക്കി കമിഴ്ത്തി വെക്കണമെന്നാണ്. പാത്രം കഴുകുന്നതിനും അതുപോലെ വെക്കുന്നതിനും അതൊക്കെ പ്രത്യേകം സുന്നത്താണ്. അല്ലെങ്കിൽ ചരിച്ച് വെക്കണം. നമുക്ക് ചരിച്ച് വെക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, സ്റ്റാൻഡുകൾ ഇന്ന് ലഭ്യമാണ്. അതുകൊണ്ട് സ്റ്റാൻഡിൽ വെക്കുകയോ എപ്പോഴും കമിഴ്ത്തി വെക്കണമെന്നാണ്. കാരണം അണുക്കളും അതുപോലെ തന്നെ പൊടികളൊക്കെ കയറാതിരിക്കാൻ പ്രത്യേകം കമിഴ്ത്തി വെക്കണമെന്ന്, അത് പ്രത്യേകം സുന്നത്തായ കാര്യമാണ് ഈ പറഞ്ഞതൊക്കെ. 19-ാമത്തേത്, യാചകരുടെ ഭക്ഷണം ചോദിച്ചു വാങ്ങുക. നമ്മുടെ വീട്ടിൽ ഒരു പാവപ്പെട്ടവൻ വന്നു, അവൻ്റെ കയ്യിൽ കുറച്ച് മിഠായി ഇരിക്കുന്നത് കണ്ടു, ആ മിഠായി എനിക്ക് തരുമോ? അതായത് യാചകനോട് യാചിക്കുക. അതെന്താണ്? ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. 20-ാമത്തേത്, വിളക്ക് ഊതി അണയ്ക്കുക. ഇന്നൊരു പക്ഷേ നമ്മുടെ എല്ലാ വീടുകളിലും ലൈറ്റ് സംവിധാനങ്ങളാണ്, വിളക്കുകൾ ഉണ്ടാവില്ല. വിളക്കുകൾ ഉള്ള വീടാണെങ്കിലും ഇല്ലാത്ത വീടുകളിൽ ഇപ്പോൾ നമ്മൾ ചന്ദനത്തിരിയൊക്കെ കത്തിക്കുമ്പോൾ, ചന്ദനത്തിരി കത്തിച്ചിട്ട് അതിങ്ങനെ കത്തുമ്പോൾ ഹൂ എന്ന് പറഞ്ഞ് നമ്മൾ ഊതാറുണ്ട്. അങ്ങനെ ഊതാതെ കൈകൊണ്ട് അണയ്ക്കണമെന്നാണ്. വലിയ യുക്തി അതിൻ്റെ പുറകിലുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, വിളക്കുകൾ എപ്പോഴും ഊതി അണയ്ക്കാൻ ശ്രമിക്കരുത്, കൈകൊണ്ട് അണയ്ക്കലാണ് വേണ്ടത്. കാരണം മുത്തുനബിയുടെ ഹദീസ. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ നിസ്സാരമായി തള്ളാതെ ഗൗരവമായി എടുക്കുക. അതുപോലെ തന്നെ 21-ാമത്തേത്, ചാരി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ചാരി ഇരുന്ന് ഭക്ഷണം കഴിച്ചാൽ, ഒന്നാമത്തേത് ഡോക്ടർമാർ പറയുന്നു, നമ്മൾ കഴിക്കുന്ന ആ ഭക്ഷണം ദഹന പ്രക്രിയക്ക് വളരെയധികം മോശമായിട്ട് നമ്മുടെ ദഹന വ്യവസ്ഥയെ ബാധിക്കുമെന്നാണ്. അതുകൊണ്ട് നേരെ സ്റ്റഡി വടിയായിട്ടിരുന്ന്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇരിക്കാൻ പറ്റുന്നത് അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഒരിക്കലും ചാരി ഇരുന്ന് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ പാടില്ല. 22-ാമത്തേത്, പൊട്ടിയ ചീപ്പ് കൊണ്ട് മുടിയിടരുത്. ആണുങ്ങളാണ്, പെണ്ണുങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ചില പെണ്ണുങ്ങൾ ഇരുന്ന ആ പെയിൻ ചീപ്പിലൊക്കെ പല്ലിങ്ങനെ വളഞ്ഞിരിപ്പുണ്ടാകും, ചില പല്ലുകൾ പൊട്ടിയിട്ടുണ്ടാകും. അപ്പോൾ ആ പൊട്ടിയ ചീപ്പ് വെച്ച് ഈരാതിരിക്കുക. അതുപോലെ തന്നെ പൊട്ടിയ സമ്മർ ചീപ്പ് ഉണ്ടല്ലോ, നമ്മൾ കൈ ഇങ്ങനെ പ്രവേശിപ്പിച്ചിട്ട് ഈരുന്ന സമ്മർ ചീപ്പ്, അതിൻ്റെ ആ വള്ളി ചിലപ്പോൾ പൊട്ടിയിരിക്കും. അത് വെച്ചൊന്നും ഈരരുത്. ഒരു 5 രൂപയുടെ കാര്യമുള്ളൊരു ഒരു പുതിയ ജീപ്പ് വാങ്ങാൻ, അതുകൊണ്ട് ആ ഒരു 5 രൂപ കൊടുത്ത് ഒരു 5 രൂപയോ 10 രൂപ ആവട്ടെ, എന്തിനാ ദാരിദ്ര്യം? 10 രൂപക്ക് നമ്മൾ ദാരിദ്ര്യം വിളിച്ചു വരുത്തേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 23-ാമത്തേത്,
മാതാപിതാക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാതിരിക്കുക. പല ആളുകളും അല്ലാഹുവേ അവർക്ക് നീ ഗുണം, ഇവർക്ക് നീ ഗുണം, ഒരുപാട് ദുആ ചെയ്യും. സ്വന്തം ഉമ്മച്ചിക്കും വാപ്പച്ചിക്കും വേണ്ടി ദുആ ചെയ്യാതിരുന്നാൽ ദാരിദ്ര്യം അല്ലാഹു തആല വീട്ടിലേക്ക് കൊണ്ടുവരും. അല്ലാഹു കാക്കുമാറാവട്ടെ. 24-ാമത്തേത് ഉസ്താദുമാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മുത്തഅല്ലിമീങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇരുന്നു കൊണ്ട് തലപ്പാവ് കെട്ടാൻ പാടില്ല. തലപ്പാവ് എപ്പോഴും നിന്നുകൊണ്ടാണ് കെട്ടുക. അത് വക്കാറെന്നാണ്, അതായത് ഗാംഭീര്യമാണ്. അത് നിന്നുകൊണ്ട് ചെയ്യണമെന്നാണ്. 25-ാമത്തേത് ഖുർആൻ ഓതാത്ത വീട്. വിശുദ്ധമായ ഖുർആൻ ഒരു പേജെങ്കിലും അല്ലെങ്കിൽ അറിയാവുന്ന ഒരു സൂറത്തെങ്കിലും ഓതാത്ത വീട്, അതായത് നിസ്കാരമില്ലാത്ത വീട്. ഏതായാലും നിസ്കരിക്കുകയാണെങ്കിൽ അവിടെ ഖുർആൻ ഓതുമല്ലോ. നിസ്കാരമില്ലാത്ത വീട്, ഖുർആൻ ഓതാത്ത വീട്, ആ വീട്ടിൽ അള്ളാഹുവിൻ്റെ ഐശ്വര്യം പോയിട്ട് അവിടെ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ്. 26-ാമത്തേത് ഇടത് കൈ കൊണ്ട് കഴിക്കുക. വലത് കൈ കൊണ്ട് കഴിക്കാം, പക്ഷേ അവരെന്താ ഇടത് കൈ കൊണ്ടാണ് കഴിക്കുന്നത്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യമുണ്ടാകുന്ന ഒരു സന്ദർഭമായിരുന്നു ഇടത് കൈ കൊണ്ട് ഭക്ഷണം കഴിക്കുക. ഇനി ഒരാൾക്ക് വലത് കൈ ഇല്ല എങ്കിൽ ഇടത് കൈ കൊണ്ട് കഴിക്കാം, അല്ലെങ്കിൽ വലത് കൈ ഒടിഞ്ഞിരിക്കുക, കെട്ടിവെച്ചിരിക്കുക എങ്കിൽ ഇടത് കൈ. ഒരു കാരണമുണ്ടെങ്കിൽ കുഴപ്പമില്ല. ചില ആളുകൾ വലത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് സ്പൂണിൽ മാതള നാരങ്ങയൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ തിന്നും. ചെയ്യാൻ പാടില്ല. ഇടത് കൈ കൊണ്ട് എടുത്ത് വലത് കൈ കൊണ്ടിട്ട് ഇങ്ങനെ തിന്നേണ്ടത്. അതുപോലെ കപ്പലണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ വായിലേക്ക് ഇടുക, അങ്ങനെയല്ല. ഇടത് കൈ കൊണ്ട് പിടിച്ച് വലത് കൈയിലേക്ക് ഇട്ടിട്ടാണ് വലത് കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. അതുപോലെ വെള്ളം കുടിക്കുന്ന സമയത്തും നമ്മൾ ഇടത് കൈ കൊണ്ടല്ല കുടിക്കേണ്ടത്. ഇനി ഇടത് കൈ കൊണ്ട് കുടിക്കേണ്ടി വന്നാൽ അടിയിലൊരു താങ്ങ് വലത് കൈ കൊണ്ട് കൊടുക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി 27-ാമത്തേത് പിശുക്ക് കാണിക്കും. എന്ത് കാര്യത്തിലും പിശുക്ക്. വീട്ടിൽ സാധനങ്ങൾ വാങ്ങുന്നതിലും പിശുക്ക്, അതുപോലെ തന്നെ ഒരു നല്ല ഷർട്ട് വാങ്ങുന്നതിലും പിശുക്ക്, അതുപോലെ മക്കൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന എല്ലാത്തിലും ഒരു പിശുക്കി വെക്കുക. അതുകൊണ്ട് ഒരു കാര്യവുമില്ല. അള്ളാഹുവാണ് സമ്പത്ത് നൽകുന്നത്, അള്ളാഹുവാണ് സമ്പത്ത് പിടിച്ചെടുക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിലും ആ പിശുക്ക് മാറ്റിവെച്ചിട്ട് മാന്യമായ ചിലവഴിക്കുക. പിശുക്ക് കാണിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. 27-ാമത്തെ കാര്യം. 28 അമിതമായി ഉപയോഗിക്കുക. അതും ദാരിദ്ര്യമാണ്. പിശുക്ക് കാണിക്കാൻ പാടില്ല അമിതമായിട്ട്. കാവോ പിയോ ഇസ്രാഫ് മത്ഖരോ, അതായത് നിങ്ങൾ ഒരുപാട് കഴിച്ചോളൂ, നിങ്ങൾ കഴിച്ചോളൂ, നിങ്ങൾ കുടിച്ചോളൂ, പക്ഷേ ഇസ്രാഫ് കാണിക്കാൻ പാടില്ല. എല്ലാ കാര്യത്തിലും അമിതവയം, അതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. 29-ാമത്തേത് പാപങ്ങൾ. എപ്പോഴും പാപം ചെയ്യും, എപ്പോഴും തെറ്റുകൾ, ഇങ്ങനെ എന്തെങ്കിലുമായിട്ട് ഇങ്ങനെ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കും. അതും ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തുന്നതാണ്. 30-ാമത്തേത് വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ഇരിക്കുക. നമ്മുടെ വീടിൻ്റെ പുറത്തുനിന്ന് കയറി വരുമ്പോൾ ആ സ്റ്റെപ്പ് പടി ഉണ്ടല്ലോ, ഉമ്മറപ്പടി എന്ന് പറഞ്ഞാൽ അതാ സ്റ്റെപ്പ് പടി. വീട്ടിലേക്ക് കയറുന്ന ആ സ്റ്റെപ്പ് 1 2 3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ പോയി ഇരിക്കുക. അത് ഇരിക്കാനുള്ളതല്ല, അത് ചവിട്ടി ഉള്ളിലേക്ക് വരാൻ അല്ലെങ്കിൽ പുറത്തേക്ക് പോകാനുള്ള സ്ഥലമാണ്. അവിടെ പോയി ഇരിക്കാൻ പാടില്ല. അതിലിരുന്നാൽ ആ സ്ഥലത്തിരുന്നാൽ ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. 60 കാര്യങ്ങളിൽ 30 കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തന്നെ പല ആളുകൾക്കും ബേജാറായി, പല ആളുകൾക്കും ഒരു സംശയം, ഒരു പുച്ഛഭാവം. എന്താ ഇതൊക്കെ ഉള്ളതാണോ? ഇങ്ങനെയൊക്കെ ഈ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകളുണ്ട്. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ ഇവിടുത്തെ ജീവിതം ജയിലിൽ നമുക്ക് തോന്നിയ പോലെ ജീവിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. സത്യനിഷേധിക്ക് ഇവിടെ സ്വർഗമാണ്, അവനിക്ക് ഇതൊന്നും നോക്കണ്ട, സ്വർഗമാണ്, എന്തും ചെയ്യാം. എന്നാൽ മുസ്ലിമിനോ അവനിക്ക് ജയിൽ പോലെയാണ് ഈ ദുന്യാവ്. അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാം, ദുന്യാവിലും ദാരിദ്ര്യമില്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പല ആളുകളും ചോദിക്കുന്നു, ഇതൊക്കെ എവിടെയുണ്ട്, ഇതൊക്കെ ഉള്ളതാണ്. നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, മഹാന ഇമാം ഷർവാനി തങ്ങൾ അവിടുത്തെ ഹാഷിയ, അതുപോലെ സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന ഒരു വിശ്വവിഖ്യാതമായ ഒരു ഗ്രന്ഥമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്ന ഒരു ഗ്രന്ഥമാണ്. നല്ലൊരു തസവുഫിൻ്റെ ഒരുപാട് നമുക്ക് നന്നാവാനുള്ള ഒരുപാട് കാര്യങ്ങൾ പറയുന്ന ഒരു ഗ്രന്ഥമാണ് സ്വലാഹുദ്ദീൻ എന്ന് പറയുന്ന കിതാബ്. നിങ്ങൾക്ക് നെറ്റിലൊക്കെ അടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും. ആ കിതാബിലൊക്കെ വ്യക്തമായി പറയുകയാണ്. 30 കാര്യങ്ങളെ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. 31-ാമത്തെ കാര്യം കേൾട്ടോളി, പേനിനെ കരിക്കൽ. പേനെന്നല്ല, ഒരു വസ്തുവിനെയും കരിക്കാൻ പാടില്ല. അതായത് പേന്, ഉറുമ്പ്, കൊതുക്, അതിനെയൊന്നും കരിച്ചു കളയാൻ പാടില്ല. അതുപോലെ ബാറ്റ് വെച്ച് അടിച്ചു കൊല്ലുന്ന പരിപാടി ഉണ്ടല്ലോ, അത് ചെയ്യാൻ പാടില്ലെന്നാണ്. പല ആളുകളും അത് ചോദിക്കുമ്പോൾ ഉസ്താദ്മാരെ കുറ്റം പറയും. നിങ്ങളൊക്കെ എന്തുകൊണ്ട് മനുഷ്യന്മാരാൻ, കൊതുക് കടിക്കുമ്പോഴേ അതിൻ്റെ ഇതറിയും. എന്താണെങ്കിലും അതിനെ കരിക്കാൻ പാടില്ല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ബാക്കി നമുക്ക് കൊല്ലാൻ പാടില്ലെന്ന് പറഞ്ഞില്ലല്ലോ, കരിക്കാൻ പാടില്ലെന്നാണ് പറഞ്ഞത്. നമുക്ക് കൊതുകുതിരി കത്തിച്ച് വെക്കാം, അല്ലെങ്കിൽ വലയിട്ട്, നമുക്ക് എന്തോ സംവിധാനങ്ങളുണ്ട്, അതൊക്കെ ചെയ്യാം. കരിക്കാൻ പാടില്ലെന്നാണ്. പിന്നെ ഇവിടെ പറഞ്ഞത് പേനിനെ കരിച്ച് കളയാൻ പാടില്ല.
പേനിനെ കരിച്ചാൽ ദാരിദ്ര്യമുണ്ടാകും. അത് 31-ാമത്തേത്. 32, പേനിനെ വെറുതെ വിടാനും പാടില്ല. ഒരു പേനെ പിടിച്ചു, പാവം, അത് പോട്ടെ, അങ്ങനെ വിടാനും പാടില്ല. ഭൂമിയിലേക്ക് എറിഞ്ഞു കളയാൻ പാടില്ല എന്നാണ്. അത് നമ്മുടെ ഈ സാധാരണ എന്താ ചെയ്യാറ്, നഖത്തിൽ വെച്ചിങ്ങനെ കൊല്ലും അല്ലേ. പേനെന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ഉപകാരമൊന്നുമില്ല, ഉപദ്രവം. നമ്മുടെ തലയിൽ ആ ചൊറി ഉണ്ടാക്കുകയും ചോര കുടിക്കുകയും ചെയ്യുന്നൊരു ജീവിയാണ്, അള്ളാൻ്റെ ഒരു ജീവിയാണ്. പക്ഷെ നമുക്ക് കൊല്ലാനുള്ള അനുവാദമുണ്ട്, അതിനെ വെച്ചിങ്ങനെ കൊല്ലുന്നതിന് തടസ്സമൊന്നുമില്ല. പിന്നെ അതിനെ ഭൂമിയിലേക്ക് വെറുതെ വിട്ടുകളയാനോ അല്ലെങ്കിൽ അതിനെ കരിക്കാനോ പാടില്ല. 33-ാമത്തെ കാര്യം വ്യഭിചാരമാണ്. വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടാവട്ടെ, കാതുകൊണ്ടാവട്ടെ, നാവ് കൊണ്ടാവട്ടെ, ശരീരത്തിൻ്റെ ഭാഗങ്ങൾ കൊണ്ടാവട്ടെ, അതൊക്കെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. 34-ാമത്തേതോ പലിശ ഇടപാട്, പലിശ വാങ്ങൽ, പലിശക്ക് കൊടുക്കൽ, പലിശ എഴുതൽ, പലിശയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. 35-ാമത്തേത് കാറ്റിനെ, മഴയെ ചീത്ത പറയൽ. ഒടുക്കത്തെ കാറ്റ്, ഒടുക്കത്തെ മഴ, ഈ ഒടുക്കത്തെ, അതായത് കാറ്റിനെ, മഴയെ ശപിക്കൽ, അത് ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. 36-ാമത്തേത് തെമ്മാടികളായ ആളുകളുണ്ട്. നമ്മുടെ വീടിൻ്റെ പരിസരത്തൊരു കള്ളുകുടിയനുണ്ട്, അവനോടൊരു സ്നേഹം, പാവമുണ്ട് കേട്ടോ, അവനോടൊരു സ്നേഹം, ഒരു അനുകമ്പ, എന്താ, ദാരിദ്ര്യത്തെ വിളിച്ചു വരുത്തും. അവൻ ചെയ്യാൻ പാടില്ല, അവനിക്ക് തന്നെ അറിയാം ഞാൻ ചെയ്യുന്നത് തെറ്റാണെന്ന്, തെമ്മാടിയാണെന്നറിയാം, എന്നിട്ട് അവനോടൊരു കരുണ, സ്നേഹം, നമുക്ക് ദാരിദ്ര്യമുണ്ടാകും, അത് സൂക്ഷിക്കുക. 37-ാമത്തേത് ബാത്റൂമിൽ വലത് കാലുകൊണ്ട് കയറുക. ബാത്റൂമിൽ വലത് കാലുകൊണ്ട് കയറുക. ബാത്റൂമിൽ കയറേണ്ടത് ഇടത് കാലുകൊണ്ടാണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബാത്റൂമിൽ വലത് കാലുകൊണ്ട് കയറിയാൽ ദാരിദ്ര്യമുണ്ടാകും. 38-ാമത്തേത് പള്ളിയിൽ കയറുന്ന സമയത്ത് ഇടത് കാലുകൊണ്ട് കയറുക. പള്ളിയിൽ കയറുന്ന സമയത്ത് ഇടത് കാലുകൊണ്ട് കയറുക, ദാരിദ്ര്യമുണ്ടാക്കും. പള്ളിയിൽ കയറുമ്പോൾ വലത് കാലുകൊണ്ട് കയറുക. അതുപോലെ ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ട് കയറുക, അതാണ് ചെയ്യേണ്ടത്. ബാത്റൂമിൽ കയറുമ്പോൾ ഇടത് കാലുകൊണ്ടാണ് കയറേണ്ടത്, പള്ളിയിൽ കയറുമ്പോൾ വലത് കാലുകൊണ്ടാണ് കയറേണ്ടത്. 39-ാമത്തേത് ഭക്ഷണ സാധനങ്ങൾ മോശപ്പെട്ട സ്ഥലത്തേക്ക് വലിച്ചെറിയുക. നമ്മൾ വേസ്റ്റ് കൊണ്ടേ തള്ളൂല്ലോ, ആ വേസ്റ്റ് കൊണ്ട് തള്ളുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുള്ള വേസ്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, ഇത് ഭക്ഷണ സാധനങ്ങൾ അതേപോലെ തന്നെ ഉണ്ടാകും, അതൊക്കെ എന്ത് ചെയ്യുക, മോശപ്പെട്ട സ്ഥലത്തേക്ക് അത് കൊണ്ടുപോയി വലിച്ചെറിയുമ്പോൾ ദാരിദ്ര്യമുണ്ടാകുമെന്നാണ്, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ഫിർഔനിന് ഒരു രോഗവും കൊടുത്തില്ല എന്നാണ്. അവൻ ജീവിച്ച കാലം അത്രയും ഒരു രോഗവും അള്ളാഹു കൊടുത്തിട്ടില്ല. അങ്ങനെ രോഗം കൊടുക്കാതിരിക്കാനുള്ള കാരണം, അതായത് നല്ല പൂർണ്ണ ആരോഗ്യവാനായിരുന്നു അവൻ്റെ മരണത്തിൻ്റെ ആ സമയം വരെ. കാരണം എന്താ, അവൻ ഭക്ഷണത്തെ ബഹുമാനിക്കുന്നവനായിരുന്നു. ഒരു ഭക്ഷണം നിലത്ത് വീണാൽ അതെടുത്ത് കഴുകി കഴിക്കും. അതുപോലെ ഭക്ഷണങ്ങൾ എവിടെയെങ്കിലും വേസ്റ്റിൽ കിടക്കുന്നത് കണ്ടാൽ അതെടുത്ത് ശുദ്ധിയാക്കി കഴിക്കാൻ പറ്റുന്നതാണെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. ഫിർഔൻ ആരാ, ഞാനാണ് അള്ളാഹ് എന്ന് പറഞ്ഞവനാണ്. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല അവനക്ക് ആരോഗ്യം ഒരുപാട് കൊടുത്തിരുന്നു. അതുകൊണ്ട് ഭക്ഷണ സാധനങ്ങൾ മോശപ്പെട്ട വേസ്റ്റുള്ള സ്ഥലങ്ങളിലേക്ക് വലിച്ചെറിയുക, അത് ചെയ്യാൻ പാടില്ല. 40-ാമത്തേതോ ഭക്ഷണ സാധനങ്ങൾ പൂഴ്ത്തി വെക്കുക. ചില കച്ചവടക്കാർ അങ്ങനെയുണ്ട്, വില ഇങ്ങനെ കൂടാൻ വേണ്ടി ഉള്ള സാധനം ഒളിപ്പിച്ചു വെക്കും, എന്നിട്ട് ഒരു സ്ഥലത്തും ഇല്ലാത്ത ആ സാധനങ്ങൾ ഒരു മാർക്കറ്റിൽ ഒരു സ്ഥലത്തും കിട്ടൂല, എൻ്റെ സ്ഥലത്ത് മാത്രം കിട്ടും എന്ന് ഉറപ്പ് വന്നാൽ അവൻ ആ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു വെക്കും. പൂഴ്ത്തി വെക്കുന്നൊരു സ്വഭാവം, അത് പാടില്ല. അതുപോലെ തന്നെ 41-ാമത്തേത് ചീത്ത ആളുകളെ പുകഴ്ത്തി പറയുക. നമ്മുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ MLA, മന്ത്രി, അവൻ ഒരു തെമ്മാടിയാണ് നമുക്കറിയാം, അല്ലെങ്കിൽ അവൻ ആരാണ്, ഒരു നേതാവുണ്ട്, അവൻ പലിശക്ക് കൊടുക്കുന്നവനാണ്, അല്ലെങ്കിൽ അവൻ വ്യഭിചരിക്കുന്നവനാണ്, അവൻ കള്ളു കുടിക്കുന്നവനാണ്, മോശത്തരം ചെയ്യുന്നവനാണെന്ന് നമുക്കറിയാം. പക്ഷെ അവൻ വരുമ്പോൾ അവനെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുക. എന്തിനാ, അവൻ്റെ ഭാഗത്ത് നിന്നും ദുന്യവിയായ നേട്ടങ്ങൾ കിട്ടാൻ. അങ്ങനെ അവനെ പുകഴ്ത്തി പറഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ദാരിദ്ര്യമാണ്. അള്ളാഹു കാക്കുമാറാവട്ടെ. 42-ാമത്തേത് തുണിക്കഷ്ണം കൊണ്ട് അടിച്ചു വാരുക. വീട്ടിൽ ചൂലില്ല, എന്താ, ഒരു തുണി കിടപ്പുണ്ട്, ആ തുണി കൊണ്ട് അടിച്ചു വാരുക, ചെയ്യാൻ പാടില്ല. ഇവിടെ ഉദ്ദേശിച്ചത് നമ്മുടെ ഇന്നത്തെ കാലത്ത് വീടുകൾ വൃത്തിയാക്കാൻ, വീട് അടിച്ചു വരാനും അതുപോലെ വീട് തുടക്കാനൊക്കെ വലിയൊരു കോലുണ്ടാകും, അതിൻ്റെ താഴെ തുണിക്കഷ്ണം പോലെ അല്ലെങ്കിൽ നൂലുകൾ വെച്ചുള്ള തുടക്കുന്ന സാധനങ്ങളൊക്കെ നമുക്കിന്ന് വാങ്ങാൻ കിട്ടും. അതല്ല ഇവിടെ ഉദ്ദേശം. നമ്മൾ ധരിച്ചിരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം കൊണ്ട് അടിച്ചു വാരുക, അത് ദാരിദ്ര്യത്തെ ഉണ്ടാക്കുന്നതാണ്. 43-ാമത്തേത് പല്ലുകൊണ്ട് നഖം കടിക്കലാണ്. നമ്മൾ ചെറുപ്രായത്തിലെ കുട്ടികളെ അത് ആ ശീലമുണ്ടെങ്കിൽ അത് മാറ്റിപ്പിക്കണം.
ചെറുപ്രായത്തിലേ അത് ശീലിച്ചാൽ വലുതാകുന്തോറും അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. പല്ലുകൊണ്ടിങ്ങനെ നഖം കടിക്കൽ ആ സ്വഭാവമുണ്ട് എങ്കിൽ ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. 44-ാമത്തേത് കളവ് പറയുന്ന സ്വഭാവം. എന്തിനും ഏതിനും വെറുതെ നുണ പറയുന്ന ഒരു സ്വഭാവമുണ്ട് എങ്കിൽ, കളവ് പറയുന്ന സ്വഭാവമാണ് എങ്കിൽ ദാരിദ്ര്യം വന്നുകൊണ്ടിരിക്കും. 45-ാമത്തേത് ടോയ്ലറ്റിൽ കക്കൂസ് നമ്മൾ പറയുമല്ലോ, ടോയ്ലറ്റിൽ വുളു എടുക്കുക. വുളു എടുത്താൽ ദാരിദ്ര്യമുണ്ടാകുമെന്നാണ്, ബറക്കത്ത് കുറയുമെന്നാണ്. ബാത്റൂമിൽ വുളു ചെയ്യാമോ, ടോയ്ലറ്റ് വുളു ചെയ്യാമോ, അറ്റാച്ച്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യണം, വിശദമായ ഒരു ചർച്ച മുമ്പ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് കണ്ടു നോക്കിയാൽ അതിൻ്റെ മസാലകളും അതിൻ്റെ ശാസ്ത്രവശങ്ങളെല്ലാം നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞത് തനിച്ച കക്കൂസ്, ടോയ്ലറ്റ്, അവിടെ വുളു ചെയ്താൽ ദാരിദ്ര്യമുണ്ടാകും. 46-ാമത്തേത് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കൽ. നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞ് എന്താ ചെയ്യാറ്, ഭക്ഷണം കഴിച്ച് ഇവിടെയൊക്കെ വെള്ളമുണ്ടെങ്കിൽ ഉടൻ തന്നെ നമ്മളിങ്ങനെ തൂക്കാറ്, അല്ലെങ്കിൽ ഇങ്ങനെ തൂക്കാറ് അല്ലേ. അത് ചെറുപ്രായമെന്നില്ല വലുപ്രായമെന്നില്ല, എല്ലാ ആളുകളും അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്താൽ ദാരിദ്ര്യമുണ്ടാകും. നമുക്ക് ടവൽ ഉപയോഗിച്ച് നമുക്ക് തുടക്കാവുന്നതാണ്, അല്ലെങ്കിൽ ടിഷ്യൂ ഒക്കെ ഒന്നും ധാരാളം കിട്ടുമല്ലോ, അങ്ങനെയാണ് തുടക്കേണ്ടത്. 47-ാമത്തേത് പരസ്പരം കാണുമ്പോൾ സലാം പറയാതിരിക്കുക. ഒരു 2 സഹോദരന്മാർ തമ്മിൽ കണ്ടു, അല്ലെങ്കിൽ വീട്ടിലേക്ക് കടന്നു ചെന്നു, വാപ്പയുണ്ട്, ഉമ്മയുണ്ട്, ഭാര്യയുണ്ട്, അവർ ഒരു സലാം പറയാതെ മറ്റു കാര്യങ്ങളെ കൊണ്ട് തുടങ്ങുക, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ തന്നെ മറ്റു കാര്യങ്ങളെ കൊണ്ട് തുടങ്ങും. ഒരു സലാം പറയാതെ സലാമിനെ അവഗണിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാർ പറയുകയാണ്. 48-ാമത്തേത് അളവിലും തൂക്കത്തിലും വഞ്ചന കാണിക്കുന്നവർ. കച്ചവടക്കാരൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. അളവിലും തൂക്കത്തിലുമൊക്കെ വഞ്ചന കാണിക്കുന്നു. ഇന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് വൈറലായ സമയത്ത് നമുക്ക് ഈ CCTV ക്യാമറ മുഖേന എത്രയോ വീഡിയോകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അളവിലും തൂക്കത്തിലുമൊക്കെ വഞ്ചന കാണിക്കുന്നു. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ചെറിയൊരു ലാഭത്തിന് വേണ്ടിയായിരിക്കും ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് വലിയ ദാരിദ്ര്യമായിരിക്കും നമുക്കുണ്ടാവുക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 49-ാമത്തേത് കുടിവെള്ളം തടഞ്ഞു വെക്കുക. അത് പലപ്പോഴും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന കാര്യമാണ്. ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും ഒരു കിണറുണ്ടാവുക. ആ കിണറിൽ നല്ല വെള്ളമുണ്ടാകും. അയൽപക്കത്തുള്ള എല്ലാ വീടുകളിലും ചിലപ്പോൾ ഉപ്പ് രസമായിരിക്കും, അല്ലെങ്കിൽ ഇരുമ്പിൻ്റെ ചുവയായിരിക്കും. അപ്പോൾ ഈ വീട്ടിൽ നിന്നും വെള്ളം എടുക്കാൻ അവർ സമ്മതിക്കില്ല. പിന്നെയോ കിലോമീറ്ററുകളോളം പോയിട്ട് വേണം പിന്നെ കുടിവെള്ളം അവർ ശേഖരിക്കാൻ. അങ്ങനെ ഒരു കുടിവെള്ളത്തെ തടയുന്ന ആളുകൾ, അവർക്ക് അല്ലാഹു തആല വലിയ ശിക്ഷയാണ്. തീയ്, വെള്ളം, അതുപോലെ ഉപ്പ്, ഈ 3 സാധനങ്ങളും ഒരിക്കലും തടയാൻ പാടില്ല എന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെയധികം ഗൗരവത്തോടെ ഉണർത്തിയിട്ടുണ്ട്. അതുകൊണ്ട് കുടിവെള്ളത്തെ നമ്മൾ ഒരിക്കലും തടയാൻ പാടില്ല. അത് പൈപ്പിലൂടെ വരുന്ന കുടിവെള്ളമാവട്ടെ, കിണറിലെ വെള്ളമാവട്ടെ, എങ്ങനെയാണെങ്കിലും ആ കുടിക്കുന്ന വെള്ളം മറ്റുള്ളവർക്ക് തടയാൻ പാടില്ല. ഒരാൾ ചോദിച്ചാൽ കുടിവെള്ളം കൊടുക്കുകയും വേണം. കുടിവെള്ളം തടഞ്ഞാൽ എന്തുണ്ടാകും? ദാരിദ്ര്യമുണ്ടാകും. 50-ാമത്തേത് 2 വിരൽ കൊണ്ട് ഭക്ഷിക്കുക. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ അല്ലേ, സ്പൂണും കോർക്കൊക്കെ ഉപയോഗിച്ച് വിരലിൻ്റെ ഒരു ഉപയോഗം തന്നെ ഇല്ലാത്ത രൂപത്തിലാണ് നമ്മൾ പരമാവധി എന്ത് ചെയ്യുക, കൈകൊണ്ട് തന്നെയാണ് ഇന്ന് കൈകൊണ്ട് കഴിക്കൽ മോശമായി കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ഇന്ന് ഫോർക്ക്, അതുപോലെ സ്പൂണ്, അത് കഴിക്കുന്നതിന് തടസ്സമില്ല. ഒരു വലിയൊരു കോൺഫറൻസിൽ നമ്മൾ ഇരിക്കുകയാണ്, എല്ലാവരും അങ്ങനെ കഴിക്കുന്നു എങ്കിൽ അവരുടെ കൂടെ നമ്മൾ ചേർന്ന് കഴിക്കുന്നു. പക്ഷെ സുന്നത്തായ രൂപം എന്താണ്? നമ്മൾ കൈകൊണ്ടെടുത്ത് കഴിക്കലാണ്. അവസാനം ആ ഭക്ഷണം കഴിച്ചതിൻ്റെ വേസ്റ്റൊക്കെ നമ്മുടെ അവശിഷ്ടം കയ്യിലുണ്ട് എങ്കിൽ കൈയൊന്ന് ഉറിഞ്ചലും പ്രത്യേകം സുന്നത്താണ്. കാരണം നമ്മൾ കൈകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്നും ചില രസങ്ങൾ പുറത്തു വരുമെന്നാണ്. അതായത് നമ്മുടെ ദഹനത്തിന് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ചില രസങ്ങൾ നമ്മുടെ കൈകളിൽ നിന്നും പുറത്തേക്ക് വരുമെന്നാണ്. അതാണ് നമ്മൾ അവസാനം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് കൈ ഉറിഞ്ചണമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാനുള്ള കാരണം. 2 വിരലുകൾ കൊണ്ട് കഴിക്കുന്ന സ്വഭാവം നമ്മൾ മാറ്റേണ്ടതാണ്. കുറഞ്ഞത് 3 വിരലെങ്കിൽ. നബിതങ്ങൾ ഭൂരിഭാഗവും ഇങ്ങനെയാണ് കഴിച്ചത്. 3 വിരൽ കൊണ്ടാണ് നബിതങ്ങൾ കഴിച്ചത്. 2 വിരൽ കൊണ്ട് കഴിക്കാൻ പാടില്ല എന്നാണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ 51-ാമത്തേത് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരെ കളിയാക്കുക. എന്തൂട്ട് മമ്പുറന്തങ്ങൾ, എന്തൂട്ട് ഉമർക്കാദി, എന്ത് ഭീമാപ്പള്ളി, എന്ത് കാഞ്ഞിരമറ്റം പള്ളി, എന്ത് മാഹിപ്പള്ളി, ഇങ്ങനെ അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർ എന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളുകളെ കളിയാക്കുക ഒരിക്കലും പാടില്ലാത്തതാണ്. ഇന്ന് ഒരുപാട് ആളുകൾ ഈ മക്ബറകളെ എതിർക്കുന്ന ആളുകളുണ്ട്, മഹാന്മാരെ എതിർക്കുന്ന ആളുകളുണ്ട്. അവരിങ്ങനെ നാവ് കൊണ്ട് വെറുതെ ഇങ്ങനെ പറയും, അവരൊന്നും ഇല്ല, അവർക്കൊന്നും ഒരു സ്ഥാനവും ഇല്ല എന്നൊക്കെ പറയുമ്പോൾ വളരെ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അള്ളാഹു അവരെ ആദരിച്ചിട്ടുണ്ട് എങ്കിൽ, നമ്മളില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു തആല ആദരിച്ചത്
അനുഗ്രഹിച്ചതിനെ നമ്മൾ നിഷേധിക്കുകയാണ്, നമ്മുടെ ഈമാൻ തന്നെ നഷ്ടപ്പെട്ടു പോവാം. അതുകൊണ്ട് എന്ത് ചെയ്യുക? ഒന്നുകിൽ അവരെ ബഹുമാനിക്കുക, ഇല്ലെങ്കിൽ അവരുടെ കാര്യത്തിൽ ഒന്നും മിണ്ടാതിരിക്കുക. ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് നമ്മുടെ യുവാക്കളും യുവതികളൊക്കെ ഒരുപാട് കളിയാക്കലുകളാണ്, ഒരുപാട് ട്രോളുകൾ ഇറക്കുകയാണ് മഹാന്മാരെ പറ്റി. അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല. അവരെ ഇഷ്ടമല്ലേ, മിണ്ടാതിരുന്നോളി. അവരെ ബഹുമാനിക്കണമെങ്കിൽ ബഹുമാനിക്കാം, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കണമെന്നാണ്. ഔലിയാക്കന്മാരെ കളിയാക്കിയാൽ ദാരിദ്ര്യമുണ്ടാകും. 52-ാമത്തേത്, ആണെന്നില്ല പെണ്ണെന്നില്ല ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാവരും ഒരുപക്ഷെ ചെയ്തു പോകുന്നതാണ് താടക്ക് കൈ കൊടുത്തിരിക്കുക. ഇതിങ്ങനെ ഇരിക്കും. താടക്ക്, അതായത് നമ്മുടെ ഈ താടിയല്ലേ, നമ്മുടെ കവിളിനിങ്ങനെ കൈ കൊടുത്തിങ്ങനെ ഇരിക്കും. അങ്ങനെ ഇരിക്കാൻ പാടില്ല എന്നാണ്. ആ ഇരിപ്പ് തന്നെ ഒരു റാഹത്തില്ലായ്മയുടെ ഇരുത്തമാണ്. കാരണം സാധാരണ അങ്ങനെ ഇരിക്കുന്നത് ഒരു വിഷമം വരുമ്പോൾ, സങ്കടം വരുമ്പോഴാണ്. ആ വിഷമവും സങ്കടവും ഒക്കെ എനിക്ക് അള്ള നൽകിയതാണ്, അത് അള്ള തന്നെ മാറ്റും എന്നുള്ള ഒരു ശുഭവിശ്വാസമുള്ളൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ ഇരിക്കില്ല എന്ന്. എപ്പോഴും ഇങ്ങനെ ഒരു വിഷമിച്ചുള്ള ഇരുത്തം, ആ ഇരുത്തം പാടില്ല. ഇതൊക്കെ കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കും, ഇതൊക്കെ സൂക്ഷിച്ച് എങ്ങനെ മുലിയാരെ ഞങ്ങൾ ജീവിക്കും? ഞങ്ങൾക്ക് ജീവിക്കേണ്ട ഇതൊന്നും ചെയ്യാതെ, ഇതൊക്കെ സൂക്ഷിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ, ഇതൊക്കെ ചെയ്യാതെ പറയാതെ ഇതെങ്ങനെയാ ജീവിക്കുന്നത്? അങ്ങനെയാ ജീവിക്കേണ്ടത്. ഇത് ഞാൻ എൻ്റെ വക പറയുന്നതല്ല. ഇതൊക്കെ പറയേണ്ട ആളുകൾ, പറയാൻ അർഹരായ ആളുകൾ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു നൽകി എന്ന് മാത്രം. ഇതൊക്കെ ആരെങ്കിലും ചെയ്താൽ ഇവിടെ ആകാശം ഇടിഞ്ഞു വീഴും, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ ചെയ്താൽ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാകും, ദാരിദ്ര്യം പോലെ, അതേ ഉള്ളൂ. അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയും ഒരു വൃത്തി അതൊക്കെ ഉണ്ടായാൽ തന്നെ നമ്മുടെ ദാരിദ്ര്യം മാറും. അതുണ്ടാവാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നത്. ഇതൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ അള്ളാഹുവിൻ്റെ റഹ്മത്തുണ്ടാകും, ദാരിദ്ര്യം പോകും. ഇത് ശ്രദ്ധിച്ചില്ലേ ദാരിദ്ര്യം ഉണ്ടാകും, യാതൊരു സംശയവുമില്ല. തീർന്നിട്ടില്ല. ഇനി 53-ാമത്തേത് കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ മൂത്രമൊഴിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക. കുളിക്കാൻ കുളത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ അവിടെ മുങ്ങി നിൽക്കുകയാണെങ്കിൽ അവിടെ അങ്ങോട്ട് മൂത്രമൊഴിക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. ആരും അറിയില്ലല്ലോ, ഒരുപാട് വെള്ളമുണ്ടല്ലോ, സംഭവമൊക്കെ ശരിയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ. അതുപോലെ തന്നെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് പെട്ടെന്ന് മൂത്രമൊഴിക്കാൻ മുട്ടി, നമ്മൾ എന്ത് ചെയ്യും? നോക്കുമ്പോൾ ചെറിയൊരു കനാല് പോലെ കണ്ടു, അവിടെ പോയി മൂത്രമൊഴിക്കുക, ആ വെള്ളത്തിലേക്ക് മൂത്രമൊഴിക്കുക. അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. 54-ാമത്തേത്, നിസ്കാരത്തിൽ കോട്ടവ വരുമ്പോൾ നിയന്ത്രിക്കാതിരിക്കുക. നിസ്കാരത്തിൽ ഒരുപക്ഷെ കോട്ടവ വരൽ അത് സ്വാഭാവികമാണ്. പക്ഷെ കോട്ടവ വരുമ്പോൾ അത് നിയന്ത്രിക്കാതിരിക്കൽ, അതായത് വെറുതെ ഇങ്ങനെ എങ്ങനെ തുറന്നു വെച്ച് അങ്ങനെ ഒരു അതായത് കോട്ടവ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ മാന്യത ഇടത് കൈയിൻ്റെ പുറം ഭാഗം ഇങ്ങനെ വെക്കലാണ് കോട്ടവ വരുമ്പോൾ. അത് നിസ്കാരത്തിലാണെങ്കിലും അല്ലാത്ത സമയത്താണെങ്കിലും. ഇത് ചില ആളുകൾ ആ കൈ കെട്ടിക്കൊണ്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ആ കോട്ടവ ഇങ്ങനെ വിടും. അങ്ങനെ ചെയ്യാൻ പാടില്ല, ദാരിദ്ര്യമുണ്ടാകുന്നതാണ്. 55-ാമത്തേത്, നഗ്നനായി കുളിക്കലാണ്. കുളിക്കുന്ന സമയത്ത് ആരുമില്ല എങ്കിലും ഒന്ന് തുകർത്തൊക്കെ കൊടുത്തിട്ട് കുളിക്കൽ നല്ലതാണ്, ഖൈറാണ്. ദാരിദ്ര്യം ഉണ്ടാവാതിരിക്കാൻ ഏറ്റവും നല്ലതാണ്. 56-ാമത്തേത്, കള്ള് കുടിക്കുന്നവനും അവൻ്റെ കുടുംബത്തിനും അല്ലാഹു തആല ദാരിദ്ര്യം കൊടുക്കുമെന്നാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. കള്ളുകുടിയനായ മകൻ, ഭർത്താവ്, മരുമകൻ ആരെങ്കിലും ഒരു കുടുംബത്തിലുണ്ടെങ്കിൽ അവനിക്കും ദാരിദ്ര്യമുണ്ടാകും, അവൻ്റെ ആ കുടുംബത്തിലും ദാരിദ്ര്യമുണ്ടാകുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ ഉമ്മമാരെ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഏതെങ്കിലും ഭർത്താവ് ഉണ്ട് എങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ ശീലം മാറ്റിപ്പിക്കേണ്ടതാണ്. ഏതെങ്കിലും ഭർത്താവിന്, ഏതെങ്കിലും ഒരു ഉപ്പാക്ക്, ഏതെങ്കിലും ഒരു സഹോദരൻ ആ സ്വഭാവമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് മാത്രമല്ല അതിൻ്റെ ഭവിഷ്യത്ത് നിങ്ങളുടെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അദാബ് ഇറങ്ങും, ദാരിദ്ര്യം ഇറങ്ങും. അള്ളാഹു കാക്കുമാറാവട്ടെ. 57-ാമത്തേത്, മക്ബറകളിൽ പോയിട്ട് ചിരിക്കൽ. ചില ആളുകൾ അങ്ങനെയുണ്ട്, സിയാറത്ത് ചെയ്യുന്നതിന് വേണ്ടി മക്ബറകളിൽ പോകാറുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വാപ്പ ഉമ്മയൊക്കെ മരിച്ച് പള്ളിക്കാട്ടിൽ നമ്മൾ സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്ന സമയത്ത് അവിടെ ഇങ്ങനെ വെറുതെ തമാശ പറഞ്ഞ് ചിരിക്കൽ. അങ്ങനെ ചിരിക്കാൻ പാടില്ല. അവിടെ നമ്മൾ മരണത്തെ ഓർത്ത് ആഖിറത്തെ ഓർക്കേണ്ട ഒരു സന്ദർഭമാണ്, സമയമാണ്. അവിടെ ചിരിക്കാനുള്ള സമയമല്ല, സന്ദർഭമല്ല. 57-ാമത്തേത്, മക്ബറകളിൽ ചിരിക്കൽ ദാരിദ്ര്യമുണ്ടാക്കുന്നതാണ്. 58-ാമത്തേതോ, വീടിൻ്റെ ഉമ്മറപ്പടിയിൽ ചൂല് വെക്കൽ. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ചൂല് ഇങ്ങനെ വെച്ചിട്ട്, അതുപോലെ തന്നെ നമ്മൾ അടിച്ചു കൂട്ടിയ വേസ്റ്റ് അതൊക്കെ ഒരു സ്ഥലത്ത് ഇങ്ങനെ വീടിൻ്റെ ഉമ്മറപ്പടിയിൽ തന്നെ കൂട്ടി വെച്ചിരിക്കൽ. അതും ഒരു ബർക്കത്തില്ലായ്മയാണ്, ഐശ്വര്യം നഷ്ടപ്പെടുന്നതാണ്, ദാരിദ്ര്യം ഉണ്ടാകുന്നതാണ്. 59-ാമത്തേത്, വാതിൽപ്പടിയിൽ ചാരി നിൽക്കൽ.
നമ്മൾ വാതിലുണ്ടാവും, ആ വാതിലിൽ ഇങ്ങനെ ആരെങ്കിലും വീട്ടിൽ വരുമ്പോൾ ആ വാതിലിൽ തന്നെ ഇങ്ങനെ ചാരി എന്നിട്ട് ഇങ്ങനെ വർത്താനം പറയും. അങ്ങനെ പാടില്ല, അതൊക്കെ ഒരു ഐശ്വര്യക്കേടാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. വീട്ടിൽ ആളുകൾ വരുന്നു, അല്ലെങ്കിൽ ആരെങ്കിലുമായിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ വീടിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിരുത്തുക, അല്ലെങ്കിൽ വീടിൻ്റെ വെളിയിൽ ഇരുന്ന് സംസാരിക്കുക. ആ വാതിൽപ്പടിയിൽ ഇങ്ങനെ ചാരി ഇരുന്ന് സംസാരിക്കരുത്. 60-ാമത്തേത്, ജനങ്ങൾക്കിടയിൽ പരസ്പരം ഫിത്നയും ഫസാദും പറഞ്ഞു നടക്കുക. ഒരാളുടെ കുറ്റം അവിടെ പോയി പറയുക, അയാളുടെ കുറ്റം ഇവിടെ പോയി പറയുക. അങ്ങനെ പരസ്പരം ഫിത്നയും ഫസാദും കുഴപ്പങ്ങളും ഉണ്ടാക്കിയാൽ ദാരിദ്ര്യമുണ്ടാകുമെന്ന് മഹാന്മാർ പറയുകയാണ്. ഇതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയും. അപ്പോൾ 60 കാര്യങ്ങളാണ് നമ്മൾ ഈ പറയപ്പെട്ട കിതാബുകളിൽ നിന്നും എടുത്ത് നിങ്ങളിലേക്ക് പറഞ്ഞു തന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സൂക്ഷിക്കാനുള്ള വലിയ തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി 2 കാര്യം കൂടി. ഒന്ന്, ഈ ദാരിദ്ര്യം നമ്മളിൽ നിന്നും മാറാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു തന്ന ഒന്നാമത്തെ കാര്യം സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്യലാണ്. ഇദാ വഖഅത്തിൽ വാഖിഅ ലൈസ ലിവഖഅതിഹാ കാദിബ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ വാഖിഅ എല്ലാ ദിവസവും മഗ്രിബിന് ശേഷമോ അതിന് പറ്റിയില്ല എങ്കിൽ സുബഹിക്ക് ശേഷമോ ഒരു മനുഷ്യൻ ഓതിയാൽ അവന് ദുനിയാവിലും നാളെ ആഖിറത്തിലും ദാരിദ്ര്യമുണ്ടാകും. എങ്ങനെ? അമലുകളില്ലാതെ ദാരിദ്ര്യമുണ്ടാകും. ആ 2 ദാരിദ്ര്യത്തെ തൊട്ടും അല്ലാഹു തആല രക്ഷിക്കുന്നതാണ് സൂറത്തുൽ വാഖിഅ ഓതുന്നവനെ. അതുപോലെ തന്നെ മറ്റൊന്ന്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന ദിക്ർ പറഞ്ഞാൽ ദാരിദ്ര്യം മാറുന്നതാണ്. മഹാനായ തഴവ ഉസ്താദ് ഒരു ബൈത്ത് പാടുന്നുണ്ട്. ദാരിദ്ര്യ രോഗം ഏവനും ഭയക്കുന്നതാ, ലാ ഹൗല ലേഹ്യം മുഴുവനും മദീനുള്ളതാ, 99 രോഗത്തിനിതു നല്ലതാ, ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. മഹാനായ തഴവ ഉസ്താദ് പാടുന്നു, അതായത് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയുന്ന ഈ ഒരു ദിക്ർ 99 രോഗങ്ങൾക്ക് ശിഫായാണ്. ആ 99 രോഗങ്ങളിൽപ്പെട്ട ഏറ്റവും ചെറുതായിട്ടുള്ള രോഗമാണ് മനസ്സിലുള്ള പ്രയാസം, പ്രശ്നങ്ങൾ, ഒരു ദുഃഖം, സങ്കടം. അതോടൊപ്പം തന്നെ ദാരിദ്ര്യമുണ്ട്, സാമ്പത്തിക പ്രയാസമുണ്ട്, ശാരീരിക പ്രയാസം. ഈ പറയപ്പെട്ട മുഴുവൻ രോഗങ്ങൾക്കുമുള്ള ഷിഫായാണ് ഈ ലാ ഹൗല എന്ന് പറയുന്ന ദിക്ർ. അതുകൊണ്ട് നിങ്ങൾക്ക് കാണാം സ്ക്രീനിൽ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ആ ദിക്ർ ഇങ്ങനെ ഒരുപാട് വർദ്ധിപ്പിക്കുക. എല്ലാത്തരം ദാരിദ്ര്യത്തെ തൊട്ടും അല്ലാഹു തആല നമ്മളെ കാക്കും. അല്ലാഹുവിൻ്റെ കാവൽ എപ്പോഴും നമ്മുടെ മേൽ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാ, ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് ഒരുപാട് വ്യത്യസ്തമായ അറിവുകൾ നിറഞ്ഞ വീഡിയോകൾ എത്തിക്കുകയാണ്. അത് നിങ്ങൾ കാണുക, അതിൽ പറയപ്പെട്ട കാര്യങ്ങൾ ജീവിതത്തിൽ അമൽ ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ അതിൻ്റെയും പ്രതിഫലം നമുക്കാണ് കിട്ടുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, ഐശ്വര്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ വിധത്തിലുള്ള ആപത്ത്, മുസീബത്ത്, കണ്ണേറ്, സിഹർ, ദാരിദ്ര്യം, അതിനെ തൊട്ടെല്ലാം അല്ലാഹു തആല വലിയ കാവൽ നമുക്കും നമ്മോട് ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മുഴുവൻ ആളുകൾക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് കമൻ്റ് ഇടുന്ന ഉമ്മമാര്, ഉപ്പമാര്, സഹോദരിമാര്, സഹോദരങ്ങൾ, എല്ലാ മുഅ്മിനീങ്ങളുടെയും ഹലാലായ മുറാദുകൾ അല്ലാഹു ഹാസുലാക്കുമാറാവട്ടെ. രോഗങ്ങൾക്ക് അല്ലാഹു തആല ശമനം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യവും ദുനിയാവിലെയും ആഖിറത്തിലെയും മുഴുവൻ കാര്യങ്ങളും ഏറ്റെടുത്ത് ഖൈറായി നടത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ പറയപ്പെട്ട 60 കാര്യങ്ങളിൽ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിത്യേന നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം തിരുത്തി ദാരിദ്ര്യത്തിൽ നിന്നും മോചനം കിട്ടി അല്ലാഹുവിൻ്റെ വലിയ ഐശ്വര്യത്തിലും ബറക്കത്തിലും ജീവിതം നയിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.